രാഷ്ട്രീയത്തിൽ താഴെത്തട്ടിൽ ഒരു അണിയെ പോലും ചൂണ്ടിക്കാണിക്കാനില്ലെങ്കിലും വിലാസങ്ങൾ മാത്രം വെച്ച് എങ്ങനെ മാസ് കാണിക്കാമെന്ന് തെളിയിക്കുകയാണ് കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖ മുൻ ബ്യൂറോക്രാറ്റ് നേതാവ്. സ്വന്തമായി വോട്ട് ബാങ്കോ ജനപിന്തുണയോ ഇല്ലെങ്കിലും ഏത് മുന്നണിയിലും എപ്പോഴും കയറിയിറങ്ങാൻ പുള്ളിക്കാരന്റെ ബയോഡാറ്റയിലെ ആ രണ്ട് വമ്പൻ യോഗ്യതകൾ മാത്രം മതിയെന്നാണ് അണിയറയിലെ സംസാരം. അതിൽ ഒന്നാമത്തേത് ഒരു റിട്ടയർഡ് IAS ഓഫീസർ എന്ന ഗരിമയുള്ള വിലാസമാണെങ്കിൽ രണ്ടാമത്തേത് അതിലും വലിയ ഒന്നാം തരം രാഷ്ട്രീയ വിലാസമാണ്. മൺമറഞ്ഞ നേതാവ് KM മാണിയുടെ മരുമകൻ എന്ന പദവി. ജനപിന്തുണയോ താഴെത്തട്ടിൽ അണികളോ ഇല്ലെങ്കിലും ഈ മരുമകൻ കോട്ടയും മുൻ IAS വിലാസവും ഉണ്ടെങ്കിൽ ഏത് മുന്നണിയിലും ചെന്ന് വിലപേശാമെന്നും സീറ്റ് ചോദിക്കാമെന്നുമുള്ള അവസ്ഥയാണ് നിലവിലുള്ളത്. കേവലം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രം മുന്നണികളും പാർട്ടികളും മാറി മാറി പരീക്ഷിക്കുന്ന ഇത്തരം നേതാക്കളുടെ രാഷ്ട്രീയ നിലപാടുകൾ അണികൾക്കിടയിൽ കടുത്ത അമർഷത്തിന് കാരണമായിട്ടുണ്ട്. 2021 കോൺഗ്രസ് വിട്ട് കേരള കോൺഗ്രസ് എമ്മിൽ ചേക്കേറിയത് കേവലം ഒരു നിയമസഭാ അസംബ്ലി സീറ്റിന് വേണ്ടി മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവിടെ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കില്ലെന്ന് കണ്ടതോടെ ആ വിലാസങ്ങളെല്ലാം പോക്കറ്റിലിട്ട് നേരെ പഴയ ഖദർ പാളയത്തിലേക്ക് തന്നെ വീണ്ടും ഒരു നാണം കെട്ട മടക്കയാത്രയ്ക്ക് ഒരുങ്ങുകയാണ് ഇദ്ദേഹം. അണികളും ജനപിന്തുണയുമുള്ള സാധാരണ പാർട്ടി പ്രവർത്തകർ വെയിലും മഴയുമേറ്റ് കല്ലേറും കേസും വാങ്ങി താഴെത്തട്ടിൽ പാർട്ടി വളർത്തുമ്പോൾ വെറും വിലാസവും പദവികളും മാത്രം വെച്ച് ഇങ്ങോട്ട് വരുന്നു അങ്ങോട്ട് പോകുന്നു എന്ന മട്ടിൽ മതില് ചാട്ട കളി നടത്തുന്ന ഇത്തരം IAS IPS ബ്യൂറോക്രാറ്റ് രാഷ്ട്രീയക്കാരെ സമ്മതിക്കണമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും അണികളും ഒരുപോലെ പരിഹസിക്കുന്നത്. സ്ഥാനമാനങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുള്ള ഈ കപട രാഷ്ട്രീയക്കാരന്റെ മടക്കയാത്ര സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർ എങ്ങനെ സ്വീകരിക്കുമെന്നത് കണ്ടു തന്നെ അറിയണം. സ്വന്തമായി 4 വോട്ട് പിടിക്കാനുള്ള ത്രാണിയില്ലെങ്കിലും മുൻ IAS വിലാസവും KM മാണിയുടെ കുടുംബപ്പേരും വെച്ച് വിലപേശാനിറങ്ങുന്ന ഇത്തരം രാഷ്ട്രീയ പരജീവികൾ കേരള രാഷ്ട്രീയത്തിന് തന്നെ നാണക്കേടാണ്. എവിടെയാണോ അധികാരം അവിടെ പോയി വാലാട്ടുക, സീറ്റ് കിട്ടാത്തപ്പോൾ അടുത്ത പാളയത്തിലേക്ക് ഓടുക എന്നതല്ലാതെ മറ്റെന്ത് രാഷ്ട്രീയമാണ് ഇവർക്കുള്ളത്? അധികാരത്തിന്റെ ശീതള മുറികളിൽ ഇരുന്ന ശീലം വെച്ച് സാധാരണക്കാരന്റെ നെഞ്ചത്ത് കയറിയിരിക്കാൻ നോക്കുന്ന ഈ ബ്യൂറോക്രാറ്റ് വേഷങ്ങളെ കൂടെ നിർത്തിയാൽ അവരെ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്തണമെന്ന വികാരം പാർട്ടിയിലുണ്ട്. ബാക്കി കാത്തിരുന്ന് കാണാം.